അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് മാൻ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ടോപ്പിക്കായിട്ടാണ്. അതായത് ഞാൻ ഈ ടോപ്പിക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണാം, മാജിക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ 3 മാജിക് ട്രിക്സാണ് കാണിച്ചിരുന്നത്. അതോടൊപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ട്യൂട്ടോറിയലും കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മാജിക് ട്രിക്സ് ചെയ്യുന്നത് ഒരൊറ്റ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. അതായത് ഈ കോയിൻ വെച്ചാണ് നമ്മൾ 3 മാജിക് ട്രിക്സും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ മാജിക് ട്രിക്സ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇനിയും നിങ്ങളുടെ കമൻറ്റ് നോക്കി മാജിക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച മാജിക്കിൻ്റെ കുറച്ച് ട്രിക്സാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ മാജിക് എന്ന് പറയുമ്പോൾ ഇതൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ആദ്യത്തെ മാജിക്ക്. അപ്പോൾ ഈ മാജിക്ക് ചെയ്യാൻ ഈ മാജിക്കിൻ്റെ ട്രിക്ക് വളരെ സിമ്പിളാണ്. അത് നോക്കിക്കോ. ഞാൻ എൻ്റെ കോയിൻ്റെ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഞാനൊന്ന് ബാക്ക് തിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്ക് തിരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ ഈ കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കയ്യിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കുറച്ച് ആക്ഷൻ കാണിച്ചതിന് ശേഷം പതുക്കെ ഇതിനെ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഈ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കുകയാണോ. അപ്പോൾ ഇതൊരു വളരെ നല്ല മാജിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇത് നല്ലപോലെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മാജിക് ട്രിക്കിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ മാജിക് ട്രിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരു കോയിൻ ഇരിക്കുന്നു. ഈ കോയിൻ ഞാൻ എൻ്റെ കയ്യിലകത്ത് വയ്ക്കുന്നു. ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഈ മാജിക്കിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നും കൂടെ. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളൊരു കോയിൻ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് വയ്ക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഈ കോയിനെ ഇവിടെ ബാക്ക് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കൈ ഒന്ന് ഓപ്പണായി കാണിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ കൈ ഓപ്പണായി കാണിക്കുക, ഒന്നും കാണില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഡൗട്ട് അടിക്കില്ല. കാരണം ഇങ്ങനെ ആക്കുമ്പോൾ എന്തായാലും ബാക്കിൽ വെച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മാജിക് ട്രിക്കിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ മാജിക് എന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കുന്നു. എൻ്റെ കയ്യിലൊരു കോയിൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യമേ തന്നെ നിങ്ങളൊരു കോയിൻ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ 2 വിരലിൻ്റെ ബാക്കിൽ വയ്ക്കുക. എന്നിട്ട് ഈ കൈ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ മിഡിൽ ഫിംഗർ വെച്ച് ഒന്ന് തള്ളുക. അപ്പോൾ നമ്മുടെ കയ്യിനകത്ത് വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കോയിൻ പ്രത്യക്ഷമായതുപോലെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അതൊന്നും കൂടെ കാണിച്ചു തരാം. ഇതെങ്ങനെ ആക്കുക. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു വിധത്തിലും ഡൗട്ട് അടിക്കില്ല. കാരണം ഞാൻ ചെയ്തപ്പോൾ കാണിച്ചതാ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ കോയിൻ പ്രത്യക്ഷമാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ വെച്ച് കാണാം. അതുവരയ്ക്കും